നമസ്കാരം. നിരണം വലിയ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് AD 54 യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ മാർ തോമസ് ലീഹയാൽ സ്ഥാപിതമാണ്. മാർ തോമസ് ലീഹ കേരളത്തിൽ സ്ഥാപിച്ച 7 പള്ളികളിലൊന്നാണ് നിരണം പള്ളി. ഇപ്പോൾ കാണുന്ന പള്ളി 4ാമതായി പുതുക്കി പണിതിട്ടുള്ളതും 110 വർഷങ്ങൾക്ക് മുമ്പ് 1912 പണിതീർത്തതുമാണ്. AD 54 പള്ളി ആരംഭിച്ചത് മുതൽ നിരണം പള്ളി ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രതീകമായും ക്രിസ്തീയതയുടെ കോട്ടയായും നിൽക്കുന്നു. സമ്പന്നമായ ചരിത്രമാണ് നിരണം പള്ളിക്കുള്ളത്. ഇതിനു മുമ്പുള്ള പള്ളി പണിതത് AD 1259 ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ ഒന്നാണ് കേരള പള്ളി എന്ന് ഫ്രാൻസിസ് ഡേ തന്റെ ചെറുമലകളുടെ നാട് എന്ന പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നു. മലബാറിൽ ക്രൈസ്തവ കാലഘട്ടത്തിന്റെ ആരംഭം മുതൽ ഒരു സഭ നിലവിലുണ്ട്. അത് യൂറോപ്യന്മാർക്ക് കിഴക്കൻ ലോകത്തെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. നിരണം എന്ന വാക്കിന് അർത്ഥം ജലസമൃദ്ധമായ ദേശം എന്നാണ്. മറ്റൊരു അർത്ഥം യുദ്ധമില്ലാത്ത ദേശം എന്നും പറയുന്നു. ജനങ്ങൾ വളരെയധികം സൗഹാർദ്ദത്തിൽ കഴിയുന്ന നാട് എന്നൊരു അർത്ഥവും ഇതിന് നൽകാവുന്നതാണ്. AD 60കളിൽ ഒരു ഗ്രീക്ക് നാവികൻ തയ്യാറാക്കിയ യാത്രാരേഖയിൽ ബാരിസ് എന്ന തുറമുഖത്തെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ബാരിസ് നദി ഇന്നത്തെ പമ്പ നദിയാണ്. അതേപോലെ നൽകിണ്ട എന്ന പരാമർശിച്ചിട്ടുള്ള തുറമുഖം ഇപ്പോഴത്തെ നാക്കിട എന്ന സ്ഥലമാകാനും സാധ്യതയുണ്ട്. നിരണം എന്ന ദേശത്തെപ്പറ്റി AD 79 ഗ്രീക്ക് സഞ്ചാരിയായ പ്ലീനി തന്റെ നാച്ചുറലിസ്റ്റ് ഹിസ്റ്റോറിയ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരണത്തെപ്പറ്റി ഏറ്റവും പുരാതനമായ ആധികാരിക രേഖയായി ഇതിനെ കണക്കാക്കുന്നു. മേനേസസിന്റെ ജോർനാഡ എന്ന ഗ്രന്ഥത്തിൽ നിരണം ചിറവായി സ്വരൂപത്തിന്റെ കീഴിലാണെന്ന് എഴുതിയിട്ടുണ്ട്. പ്ലീനി തന്റെ യാത്രാ വിവരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ബറേക്ക തുറമുഖം പുറക്കാടാണെന്നും ബാരിസ് നദി പമ്പാ നദിയാണെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. നിരണത്ത് തരം പഴയകാലത്ത് ആഴം കുറഞ്ഞ കടലായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പൗരാണിക കാലത്ത് നിരണത്തിന്റെ വിദേശ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നതിന്റെ തെളിവായി അഗസ്റ്റസ് കൈസറുടെ കാലത്തെ നാണയങ്ങൾ നിരണത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് കടലായിരുന്ന ഈ ഭാഗങ്ങൾ കടൽ പുറകോട്ട് വലിഞ്ഞ് കര ആയതിനാലാകാം ഇന്ന് താഴ്ന്ന പ്രദേശമാണ്. നിരണത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന നിലയിലാണ്. നിരണത്തിന്റെ സമീപ പ്രദേശങ്ങളുടെ പേരുകൾ കടലിനോടും കരയോടും ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് കടപ്ര, ആലന്തുരുത്തി, പെരുന്തുരുത്തി, നീരേറ്റുപുറം, അഴിയിടത്തുചിറ എന്നിവ ചിലത് മാത്രം. നിരണത്തിന് നീർമണ്ണ്, നിറമണ്ണ്, നിലമണ്ണ് എന്നെല്ലാം പേരുകൾ പറയും. തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 12ാം നൂറ്റാണ്ടിലേത് എന്ന് കരുതുന്ന തിരുവല്ല ചെപ്പേരിൽ നിരണത്ത് കടമൻകാരി പാട്ടം എന്നൊരു സൂചന കാണാം. AD 1341 വരെ പമ്പാ നദി പുറക്കാട് എന്ന സ്ഥലത്ത് വെച്ചാണ് അറേബ്യൻ കടലിൽ പതിച്ചിരുന്നത്. പമ്പയിലൂടെ വലിയ കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരുപക്ഷെ പമ്പാ നദിയുടെ ശാഖകളിൽ കൂടിയാകാം കോട്ടച്ചാൽ വഴി മാർ തോമസ് ലീഹ നിരണത്ത് വന്നത്. നിരണം പ്രാചീനകാലത്തെ ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്നെന്ന് പ്ലീനി പറയുന്നു. കടൽ പിൻവാങ്ങിപ്പോയതിനാൽ കരയായിത്തീർന്ന പ്രദേശമാണ് നിരണം. ജലസ്രോതസ്സുകളുടെ സാന്നിധ്യം മൂലം ജലത്തിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമായതിനാൽ അപ്പോസ്തലൻ നിരണത്തൊരു കപ്പലിൽ എത്തിച്ചേർന്നതായി വിശ്വസിക്കപ്പെടുന്നു. തോമസ് ലീഹ നിരണത്ത് വന്നിറങ്ങിയ സ്ഥലത്ത് തോമത്തും കടവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടുവെങ്കിലും നിരണം പള്ളിയും അതിലെ ജനങ്ങളും 2 സഹസ്രാബ്ദങ്ങളായി ഇന്നും യേശുക്രിസ്തുവിന്റെ അരുമശിഷ്യനായ വിശുദ്ധ മാർ തോമസ് ലീഹയാൽ സ്ഥാപിതമായ നിരണം പള്ളിയുടെ കൊടിക്കീഴിൽ ഉറച്ചു നിൽക്കുന്നുവെന്നത് ലോകചരിത്രത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ്. AD 54 തുടങ്ങി ഏകദേശം 2 സഹസ്രാബ്ദങ്ങൾ അനേകായിരങ്ങൾക്ക് പ്രകാശം പരത്തി പ്രൗഢിയോട് തലയുയർത്തി നിൽക്കുന്നതും ദൈവമാതാവിന്റെ നാമത്തിലുള്ളതുമായ ദേവാലയമാണ് നിരണം വലിയ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്. വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ ദേവാലയം. ഈ പള്ളിയുടെ പുരാതനമായ പേര് സെന്റ് മേരീസ് സിറിയൻ ചർച്ച് എന്നായിരുന്നു. ദൈവമാതാവും ബെഹനൻ സഹദായും ഒരേ ദിവസം പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ ഏക ദേവാലയം. മലങ്കര സഭയുടെ ആസ്ഥാനമായിരുന്ന ദേവാലയം AD 1815 വരെ. മലങ്കര സഭയുടെ ചരിത്രത്തിലെ മായ്ക്കാനാകാത്ത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദേവാലയം. വൈദേശിക മേൽക്കോയ്മയ്ക്കെതിരെ അടരാടി ഇന്ത്യൻ സ്വതന്ത്ര സമരങ്ങൾക്ക് തിരികൊളുത്തിയ ദേവാലയം. മാർത്തോമ മെത്രോപോളിത്തന്മാരുടെ ആസ്ഥാനമായിരുന്ന ദേവാലയം. 4 മർത്തോമ മെത്രാമാർ കാലം ചെയ്യുകയും 2 മർത്തോമ മെത്രാമാരെ കബറടക്കിയിട്ടുള്ളതുമായ ദേവാലയം. നിരണം ഭദ്രാസനം രൂപീകരിച്ചപ്പോൾ ആദ്യ മെത്രോപോലിത്തയായി ഭരണസാരഥ്യം ഏറ്റെടുത്ത പരുമല തിരുമേനി താമസിച്ച് ഭദ്രാസന ഭരണം നിർവഹിച്ച ആദ്യ ദേവാലയം. ഒരേ കാലത്ത് ജീവിച്ചിരുന്ന 2 അന്തോക്യൻ പാത്രിയാർക്കീസുമാർ സന്ദർശിച്ച ദേവാലയം. മലങ്കരയിൽ കത്തോലിക്ക സ്ഥാപനത്തിന് വേദിയൊരുക്കിയ ദേവാലയം. നിർണായകമായ 3 മലങ്കര അസോസിയേഷനുകൾക്ക് വേദിയൊരുക്കിയ ദേവാലയം. പൊന്നിൻ കുരിശുകളാൽ അനുഗ്രഹീതമായ ദേവാലയം. സാമൂഹ്യ പ്രതിബദ്ധതയാൽ 1 ശതാബ്ദത്തിനു മുൻപ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ച ദേവാലയം.
മലങ്കര സഭയുടെ പൊതുവായ ഭരണഘടന 1934 നിലവിൽ വരുന്നതിന് 15 വർഷങ്ങൾക്ക് മുമ്പ് AD 1919 സ്വന്തമായി ഭരണഘടന നിർമ്മിച്ച് അംഗീകാരം നേടി നിയമിതമായ ഭരണം നടത്തിയ ദേവാലയം. മലങ്കര സഭയുടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ ഒപ്പം നിന്ന് സഹായിച്ച ദേവാലയം. കിഴക്ക് മണിമല മുതൽ പടിഞ്ഞാറ് ആലപ്പുഴ